രൂപീകരിച്ച് അവിടെയൊക്കെ നമ്മുടെ ജ്ഞാനായ പള്ളികളായ ദേവാലയങ്ങൾ വളരെ ശക്തമായിട്ട് നിലകൊള്ളുമ്പോൾ അഭിമന്യ തിരുമേനിയുടെ ആ വലിയ ശുശ്രൂഷയെ ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. ജ്ഞാനായ സമൂഹം ഒരുപക്ഷെ ഒരു 90കൾക്കൊക്കെ മുമ്പിൽ നമ്മുടെ ആളുകൾ വസിക്കുന്നതായ സ്ഥലങ്ങളിൽ മാത്രമേ ഈ ജ്ഞാനായക്കാരെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയുകയുള്ളായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് വിദേശങ്ങളിൽ, ഗൾഫിന്റെ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പോൾ യൂറോപ്പ്, ഓസ്ട്രേലിയ, മറ്റനേക സ്ഥലങ്ങളിൽ ജ്ഞാനായക്കാരാരാകുന്നു, അവരുടെ തനിമ എന്താകുന്നു എന്ന് മറ്റുള്ള ആളുകളോട് അറിയുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും നമ്മുടെ കോൺഗ്രിഗേഷനുകൾ രൂപീകരിച്ചതിലൂടെ നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ട്. അഭിമന്യ തിരുമേനിയുടെ വലിയ നേതൃത്വത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നടത്തിപ്പും അഭിമന്യ തിരുമേനിയോടുകൂടെ ഉണ്ടാവട്ടെ എന്ന് ഈ മുംബൈ ദേവാലയത്തിന് വേണ്ടി ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഞാനൊരു വാക്ക് മാത്രം ആശംസയോട് ചേർന്ന് പറയട്ടെ. ഇപ്പോൾ നിങ്ങളെല്ലാവരും സാക്ഷികളായി ഞാനും ബഹുമാനപ്പെട്ട ഷാജി അച്ഛനും ഈ ഇടവകയ്ക്ക് വേണ്ടി നാം കൂടി വരുന്ന ദേവാലയത്തിൻ്റെ ചുവരുകൾക്ക് പുറത്തേക്ക് ദൈവസ്നേഹം ഒഴുകിച്ചത്. ഈ ദൈവസ്നേഹത്തിൻ്റെ ആ ഒഴുക്കാണ്, അതിൻ്റെ പ്രതീകമാണ് ഇപ്പോൾ ഇവിടെ നിറവേറ്റിയിട്ടുള്ളത്. നമ്മുടെ 2 സഹോദരങ്ങൾക്ക് ഭവനം നൽകുവാൻ തക്കവണ്ണം ഈ ഇടവക ഈ ജൂബിലി വർഷത്തിൽ കാണിച്ചതായ ആ വലിയ മനസ്സിനെ ഈ സമയം ഏറെ സന്തോഷത്തോടുകൂടെ ഞാൻ സ്മരിക്കട്ടെ. നമ്മുടെ ഈ ജ്ഞാനായ സൊസൈറ്റി, മുംബൈ ജ്ഞാനായ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഫാർമസി കോളേജിന്റെ ചുമതല വഹിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഏറെ അടുത്തറിയുവാനായിട്ട് സാധിച്ചു. അവിടെ പഠിക്കുന്നതായ ബിഫാമിന് പഠിക്കുന്ന ഒരു കുട്ടിയെ ഈ മുംബൈ ഇടവകയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്നേഹത്തിന്റെ ശുശ്രൂഷ അത് പുറത്തേക്ക് ഒഴുകുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ ആരാധനയിൽ സന്തോഷിക്കുകയുള്ളൂ. ഇടവക ആ കാര്യങ്ങളൊക്കെ ഏറെ ഉത്കൃഷ്ടമായി നിറവേറ്റിയതിലുള്ളതായ എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും ആ സന്തോഷവും ഒരിക്കലൂടെ പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ ജൂബിലി സമാപന സമ്മേളനത്തിന് എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും നേരുന്നു. ദൈവം ഇടവകയെ കൂടുതലായിട്ട് ബലപ്പെടുത്തി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച വാക്കുകൾ നിർത്തുന്നു. Thank you, Acha. As we all might be well aware, our church has launched its own Mumbai Knanai Church app. It's the first of its kind in our community. We extend our sincere gratitude and appreciation to Mr. Bibin Abraham Pudavidil for all his efforts. And we also thank our managing committee for funding it. I call upon Tirumeni to inaugurate the app. I also invite our Vicar, Reverend Father Philip Jose Vaila, to explain the functioning of the app. നമ്മുടെ ഇടവകയുടെ മൊബൈൽ ആപ്പ് ഡയറക്ടറി ആണ് ഇവിടെ അഭിമന്യ പിതാവ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മുടെ ഡയറക്ടറി പ്രിന്റ് ചെയ്യുന്നതായ ആ പതിവ് നിർത്തി ഇപ്പം എല്ലാം ഒരു വിരലിൻ തുമ്പിൽ നമുക്ക് ലഭ്യമാകുകയാണല്ലോ. അതിൻ പ്രകാരം നമ്മുടെ മൊബൈൽ ആപ്പ് വഴി, ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോർ വഴിയും ആൻഡ്രോയിഡിൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയും ഈ ആപ്പ് ലഭ്യമാണ്. മുംബൈ ജ്ഞാനായ ചർച്ച് എന്നുള്ളതായ ആപ്പ് ലഭ്യമാണ്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഫോൺ ഡയറക്ടറി ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ GPS നാവിഗേഷൻ, നമ്മുടെ ഭവനങ്ങൾ ഇരിക്കുന്നതായ സ്ഥലങ്ങൾ, അത് ഇവിടെ ഇതിനകത്ത് നമുക്ക് GPS
നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു അത് കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ ട്രസ്റ്റി ബിജുചാനായിരിക്കും. ഇനിയിപ്പം സബ്സ്ക്രിപ്ഷൻ തരാത്തവരുടെ വീടുകളിൽ പെട്ടെന്ന് എത്തുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ജ്ഞാനായ വോയിസ്, നമ്മുടെ ഇടവകയുടെ പ്രസിദ്ധീകരണമാണ് ജ്ഞാനായ വോയിസ്. അത് ഇനി മുതൽ നമ്മളത് പ്രിന്റ് ചെയ്യത്തില്ല, പകരം ഈ ആപ്പ് വഴിയായിരിക്കും അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ ഇവിടെ ഇരുന്നതായ വികാരിമാരുടെയും അവരുടെ ഏത് കാലയളവിൽ ഇരുന്നു അവരുടെ ഫോട്ടോസ് അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അവിടെ കിട്ടും. ഒപ്പം എല്ലാ കാര്യങ്ങളും ഇടവകയുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ ആപ്പ് വഴി ലഭ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ബിപിനുമായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങളുടെ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. So we are actually caring for the environment, and it's a really big thing that we launched this app today. And sincere thank you to Mr. Bibin Abraham, because if we go outside to tell someone to create this app for us, it would cost us thousands of rupees. So a big round of applause for Mr. Bibin Abraham. In August 1997, Reverend Father Anil K. Thomas Konakal took over the leadership of the parish. Father Anil Thomas served this parish for 2 months, and in September 1997 proceeded to Canada to complete his further studies. I would like to call upon Reverend Father Anil Thomas to speak a few words. വികാരിമാരായിരുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട വേലാച്ചൻ, ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീ MC ജേക്കബ് ബർക്കോരിപ്പുഴ, കാലാകാലങ്ങളിലെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ, ഇപ്പോഴത്തെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട ദൈവജനമേ, 1995 ഫെബ്രുവരി 26 പേത്രത്താ ഞായറാഴ്ച അഭിനന്ദനായ കിഴക്കിൻ്റെ വലിയ മെത്രാപ്പോലീത്ത ക്ലിമിസ് എബ്രഹാം വലിയ മെത്രാപ്പോലീത്ത മുംബൈ പള്ളിയുടെ ഇനാഗുറേഷൻ നടത്തി നേരെ മറൈൻ ഡ്രൈവിലേക്ക് ഭദ്രകാരണത്തിനായിരുന്നു എത്തിച്ചേർന്നു. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന മിക്ക വൈദിക ശ്രേഷ്ഠരും സമ്മാശന്മാരും വൈദിക വിദ്യാർത്ഥികളുമായിട്ട് മറൈൻ ഡ്രൈവറുണ്ട്. അത് വളരെ അഭിനന്ദ തിരുമേനി എന്നോട് പ്രസംഗിച്ചു. ഞാൻ ബോംബെയിൽ നിന്നാണ് വരുന്നത്, അവിടുത്തെ പള്ളി ഉദ്ഘാടനം ചെയ്തിട്ട് വരികയാണെന്ന് പ്രസംഗിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. അതിനുശേഷം ഈ ദേവാലയത്തിൽ ഷമ്മാശനായിട്ട് വന്ന് ശുശ്രൂഷിക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് രണ്ടാമത്തെ വികാരിയായിട്ട് കുറച്ചു കാലമേ ശുശ്രൂഷിക്കുന്നു. പഴയ അനേകം മുഖങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. മുഖങ്ങളെയൊക്കെ ഓരോരുത്തരും പേര് പറഞ്ഞാൽ നിങ്ങൾ മിക്കവാറും എന്നെ ഓടിക്കും, കാരണം അവിടെ നോക്കിയിരുന്ന് മടുക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളെയും ഒന്ന് ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആദ്യകാലത്തെ ബാലാരിഷ്ടതകളിൽ വളരെ ബുദ്ധിമുട്ടിയതായ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. പേരുകൾ ആരുടെയും പറയുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, പക്ഷേ സമയത്തിൻ്റെ ക്ലപ്തത കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിമിതി കൊണ്ട് ആ പേരുകളെ നിങ്ങളെ ഒന്ന് വിസ്മരിക്കും. Thank you so much, Acha. We continue with our felicitation program. Please, the people are requested to please come up on the stage. First, I request Reverend Father Matthew Kurvala Ettipat to come up. I request Tirumeni to felicitate them. Reverend Father Anil K. Thomas Konakal. Reverend Father Jacob Utti Kalulam. Reverend Father K. Charian Kutotra. Reverend Father Shaji Jacob Puttaparikal. Reverend Father Jinu Matthew Mele. Reverend Father Manu Karya Koitara.
ഇത്രയും വർഷം നമുക്ക് വേണ്ടതായ പ്രോത്സാഹനവും പിന്തുണയും നൽകിയ നമ്മുടെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയാണ് ഇപ്പോൾ. അവരെ പൊന്നാടി അണിയിക്കുവാൻ അവരുടെ തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ ഇടവകയിലെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പേരുകൾ വായിക്കുകയാണ്. അവർ ദയവായി മുൻപോട്ട് കടന്നു വരണം. Firstly, I'd like to call Mr. Chako Kurian Karingatil. Let's have a huge round of applause. बिजी भी रहोगे तो भी हम फ़ोन जरा नेटवर्क में उठना 2 मिनट फ़ोन करूँगा. Mr. K. Matthew Koidara. Excuse me. Mr. Chiriyan Chandi Mulkolipura. Mrs. Baby Umman Urakamanil. Mrs. Leelama Abraham Pataramadil. Mrs. Cicely Matthew Koitara. Let's have a huge round of applause. So now many of the people are not present over here. So I request, Mrs. Shoshama Chako Karingatil. Excuse sir. Mrs. Leelama Kunya Aron. Excuse me. So as I mentioned before, many of the people are not present here. So I request their family members to collect the same. Mr. Kuryakos K. Naducherial, I request Mr. Vinu Matthew to collect on his behalf. Vinu Kuryakos on his behalf. Mrs. Annama Mattai Kalumala, I request the association to collect on her behalf. I request Merlin Chechi to collect on Miss. Disha, please collect. Mrs. Annama Mattai Kalumala on her behalf. Today is the 95th birthday of Mary Kuti Amachi today. And I request Dishu Association to collect on behalf of Mrs. Annama Mattai Kalumala. And
our special guest, our first secretary, Mr. MC Jacob Murikolipura. मैंने आपको व्हाट्सएप भेजा है, वो वाला पॉइंट आ रहा है, जरा व्हाट्सएप में चेक करो, ये चेक करो, व्हाट्सएप भेजा वीडियो। And our first trustee, Mr. Jacob Thomas Kurigil, unfortunately even he couldn't be part of this program. I request his son to collect on his behalf. Mr. Manu. Mr. Manu. Thank you, Tirumeni. From October 1997 to February 1998, Timotheus Thomas was conducted. Reverend Father Jacob Kutti is currently the vicar of St. Mary's Bethlehem Church, Valiyanadu. I would like to call Reverend Father Jacob Kutti Kallulam to speak a few words. അതിൻ്റെ നൂലിഴകളെയൊക്കെ ചേർക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് നൽകുന്നത്. ഞാനൊരിക്കലും ഒരു പുസ്തകത്തിനെ വായിച്ചു, ഒരു ചെറിയ ചിന്ത. 3 കാളകൾ ഒരു പുൽമേട്ടിലെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല ശാരീരിക പുഷ്ടിയുള്ളതായ കാളകളെ ഒന്നിനെയെങ്കിലും ഒന്ന് ആഹാരമാക്കുവാനായിട്ട് ഒരു സിംഹം തക്കം പാർത്ത് നടക്കുന്നു. എപ്പോഴൊക്കെ കാളകളിൽ ഒന്നിനെ ലക്ഷ്യമാക്കിയിട്ട് ഈ സിംഹം ചെല്ലുന്നോ ആ സമയത്ത് മറ്റു 2 കാളകളും ഓടി വന്ന് കൊമ്പ് കുലുക്കി ഇതിനെ ഓടിക്കുന്നത് കൊണ്ട് സിംഹത്തിന് ഒരിക്കലും ഈ കാളയുടെ സമീപത്തേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പല നാളായപ്പോൾ സിംഹം ഇങ്ങനെ ആലോചിച്ചു, ഇവരെ കീഴ്പ്പെടുത്തുവാൻ എന്താണ് ഒരു മാർഗം. അതിനായിട്ടൊരു കുറുക്കന്റെ സഹായം തേടി. എന്നിട്ട് അവൻ പറഞ്ഞു, നീ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാമെങ്കിൽ നിനക്ക് നല്ല കാളയിറച്ചി ഞാൻ നൽകാമെന്ന് പറഞ്ഞു. കുറുക്കൻ വാക്ക് കേട്ട് സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം ഒറ്റയ്ക്ക് നടക്കുന്നതായ ഒരു കാളയുടെ സമീപത്ത് ചെന്ന് അവന്റെ കാതിൽ മന്ത്രിച്ചു, മറ്റു 2 പേരും ഒന്നിച്ചു നിൽക്കുന്നു, നിനക്ക് വിരോധമായിട്ട് എന്തോ പറയുന്നു. അങ്ങനെ അവന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി അവർ 2 പേരും മാറി നിന്ന് സംസാരിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുന്നു. ഇവിടെ ഒറ്റയ്ക്ക് നിന്നതായ ഈ വാക്ക് കേട്ടതായ കാള പിറ്റേന്ന് മുതലേ മേയാൻ പോകുന്ന സമയത്ത് ഇവരിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് പോകുവാൻ തുടങ്ങി. അവർ 2 പേരും കൂടെ വിളിച്ചു, ഞങ്ങളും കൂടെ വരട്ടെ. വേണ്ട, നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് പറയുന്നു പോകുന്നു. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റവരിൽ നിന്നും ദൂരെ മാറി ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് സിംഹം ചാടി വീണ് അതിന്റെ കഥ കഴിക്കുന്നു. കുറുക്കന് അതിന്റെ പങ്ക് കൊടുക്കുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ 2ാമത്തെ കാളയുടെ അടുക്കൽ ചെന്നിട്ട് ഇതേ തന്ത്രം കുറുക്കൻ പ്രയോഗിച്ചു, അതിനെയും ഭക്ഷണമാക്കി. 3ാമത്തേതിന്റെ അടുത്തും ഇതേ തന്ത്രം പ്രയോഗിച്ചു, അതിനെയും ഭക്ഷണമാക്കി. നല്ലവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട അനുഭവങ്ങളിലേക്ക് മാറിയപ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഒന്നിച്ച് ആയിരുന്നപ്പോൾ ഒരു ശത്രുവിനും അവരെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഈ ജൂബിലിയുടെ നിറഞ്ഞ നിമിഷങ്ങളെല്ലാം ആയിരിക്കുമ്പോൾ പോയ കാലത്തിന്റെ ആ വലിയ അല്ലെങ്കിൽ ഇതുവരെ കൊണ്ടു ചെന്നെത്തിച്ചതായ ആ ചരടിന്റെ അനുഭവം, ഒന്നിച്ച് കൂട്ടിക്കിട്ടിയതായ ചരടിന്റെ അനുഭവങ്ങൾ, നമ്മളൊക്കെ പലരും അതിന്റെ എല്ലാ കണ്ണികളായിട്ട്, നമ്മളൊക്കെ അതിന്റെ അടികളായിരുന്നു അല്ലെങ്കിൽ അതിന്റെ കണ്ണികളായിരുന്നു എന്നൊരു ബോധ്യം നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. ഒരിഴ പോലും പൊട്ടിപ്പോകുവാൻ ഇടയാകരുത്. നമുക്കറിയാം, വസ്ത്രം നെയ്യുന്നത് പണ്ട് കാലത്ത് കൈകൊണ്ടുള്ളതായ തറികളിലായിരുന്നു. ഒരു വസ്ത്രം രൂപപ്പെട്ടു വരുമ്പോൾ, നാമൊക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രം രൂപപ്പെട്ടു വരുമ്പോൾ നെടുകയും കുറുകയുമായിട്ട് ചെറിയ ചെറിയ നൂലിഴകളെ ചേരുമ്പോൾ, ഈ നൂലിഴകളെ ഒന്നായിട്ട് എടുക്കുമ്പോൾ അത് ബലഹീനമാണ്. നിലവ ഒന്നിച്ചു ചേരുമ്പോൾ ഇതൊരു വസ്ത്രം അത് കെട്ടിയുള്ളതായിട്ട് മനോഹരമായ ആവരണമായിട്ട് അത് മാറുകയാണ്. എവിടെയെങ്കിലും ഒരു നൂല് പൊട്ടിയാൽ, ഇഴപ്പിണക്കം പതിവായാൽ ആ വസ്ത്രം പിന്നെ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ഇഴപ്പിണക്കങ്ങൾ ഉണ്ടാകാതെ അതിന്റെ ഇഴയടക്കങ്ങൾ, ആ ഒരുമയുടെ ചേർച്ച, ഇതുവരെയുള്ളതായ യാത്ര ഇവിടം വരെ കൊണ്ട് ചെന്ന് എത്തിച്ചു. മുൻപോട്ടുള്ളതായ യാത്രയിലും ആ എളിയെടുപ്പത്തോടു കൂടെയുള്ളതായ പ്രയാണം നമുക്കായിരിക്കട്ടെ എന്ന് നമുക്ക് ഓർക്കാം. ജൂബിലിയിൽ നന്ദിയോടെ നമുക്ക് സ്മരിക്കാം.
വാങ്ങിപ്പോയതായ ഈ ഇടവകയിലെ ഇതുവരെയുള്ളതായ സേവനങ്ങളിൽ നമ്മോടൊപ്പമായിരുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമുക്കറിയാം മടാലെ ആൻറ്റി അങ്കിള്, ഇതുപോലെ നമ്മുടെ ആറന്നിലെ കുഞ്ചാനെ, അങ്ങനെ തുടങ്ങി ഇതുവരെയൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആദ്യം മുതലേ ട്രസ്റ്റി ആയിരുന്ന MC ജേക്കബ്, അതുപോലെ സെക്രട്ടറി ആയിരുന്ന MC ജേക്കബ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഇതുവരെ ആയിരിക്കുന്ന ഭാരവാഹികൾ. ഞാനിവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോടൊപ്പം ആയിരുന്ന ട്രസ്റ്റി MC ജേക്കബ്, സെക്രട്ടറി ആയിരുന്ന MC ജേക്കബ്. Thank you, Achin. Reverend Father K.A. Cheriam Kutodra took over the charge of parish in March 1999. By this time, parish members increased manifold and a need was felt to celebrate the Holy Mass in a church of our own. Keeping this in mind, the fundraising for the building is the Vicar of St. Peter's Knanaya Church, Doha. I would like to call Reverend Father K.A. Cheriam to please come forward and speak a few words. വൈദികരെ, വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, നമ്മൾ പൊതുവെ ഇവിടെ കേക്ക് മുറിച്ചപ്പോൾ ഇവിടെ 25 വർഷം തികഞ്ഞതായ അതിൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പാടിയ ഒരു ഗാനം നിങ്ങൾക്ക് സുപരിചിതമാണ്. എല്ലാവരും അത് ഏറ്റുപാടി. ഒത്തുതിരിച്ചവർ കപ്പൽ കയറി എന്നുള്ളതായ ഗാനം. ഏകദേശം 1675 വർഷമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ മലങ്കരയിലേക്ക് സ്ത്രീയിൽ നിന്ന് കുടിയേറിയതായിട്ടുള്ളതായ കാലഘട്ടം കണക്കുകൂട്ടുമ്പോൾ 345 AD മലങ്കരയിലേക്ക് സ്ത്രീയിൽ നിന്ന് വന്നതായ നമ്മൾ ഈ മലങ്കരയിൽ ആകമാനമുള്ളതായ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് പലയിടങ്ങളിലും കോട്ടയം വലിയ പള്ളി മുതൽ തലശ്ശേരി വലിയ പള്ളി, അങ്ങനെ പല അതിൻ്റെ ചെറിയ പള്ളികളായി നമ്മൾ അവിടെ മലങ്കരയിൽ വിരാജിച്ചു. അവിടെ നിന്നും അഭിനയ മെത്രാപ്പൊലീത്താമാരുടെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ളതായ രാജ്യങ്ങൾ, പുതിയ മെത്രാപ്പൊലീത്താമാരുടെ കാലഘട്ടത്തിൽ അവരുടെ വരവോടുകൂടി, പ്രത്യേകിച്ച് അഭിനയ വലിയ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഗൾഫ് മേഖലകളിൽ കൂടുതലായി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയും അനേകമായും ദേവാലയങ്ങൾ ഇന്ന് ക്രമീകരിക്കപ്പെടുവാനും ഇടയായി. അതിലൊരു ദേവാലയമാണ് ഭാരതത്തിൽ നമ്മുടെ ഈ മുംബൈ സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി. ഇവിടെയും മറ്റ് മലങ്കരയിലുള്ളതായ പല ദേവാലയങ്ങളും ഇപ്പോൾ ദൈവത്തിന്റെ വലിയ ഹിതപ്രകാരം ദോഹയിലുമൊക്കെയും ശുശ്രൂഷിക്കുവാനായിട്ട് ബലഹീനായ എനിക്ക് ഒരു അവസരം ദൈവം തന്നു. അതിലുള്ള സന്തോഷം ആദ്യമേ ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സ്നേഹവും അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, മറ്റൊരു ദേവാലയത്തിലും കിട്ടാത്ത, ലഭിച്ചിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്നേഹമാണ് ഈ മുംബൈ ദേവാലയത്തിൽ നിന്നും ഈ വൈദികരായ ഞങ്ങൾക്കും അഭിനയ മെത്രാപ്പൊലീത്താമാർ ഉൾപ്പെടെയുള്ളതായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിവിധ ദേശങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്നും ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോരുത്തരും ലഭിച്ചിട്ടുള്ളതെന്ന് ഇവിടെ ഓരോരുത്തരായിട്ട് ഓർമ്മിക്കുകയുണ്ടായി. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. യാതൊരു തർക്കവുമില്ല. ഈ സ്നേഹം എന്നും നിലനിൽക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കഥയിലൂടെ ഓർമ്മിച്ചതുപോലെ ഐക്യമത്യം മഹാബലം എന്നതിൻ്റെ ആ വലിയ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുൻപോട്ട് പോകണം. ഇന്ന് എവിടെയെങ്കിലും ഒരു ഇഴ പിണഞ്ഞു പോയാൽ അത് ദോഷമുണ്ടാകുമെന്ന് ഓർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായിരുന്നു. ആ ഇഴ പിണങ്ങാതെ ഒന്നിച്ചു നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സുധീരമായ ഒരു നല്ല നേതൃത്വം അഭിനയ വലിയ മെത്രാപ്പൊലീത്തായിലൂടെ നമുക്കുണ്ടാകണം. എല്ലാ വൈദികരും ഒന്നിച്ച് ഈ 4 മെത്രാപ്പൊലീത്താമാരുടെയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് സാധിക്കണം. അവരോട് ചേർന്ന് എല്ലാ വിശ്വാസികളും ഈ സമുദായത്തിന്റെ, ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് മറ്റൊന്നുമല്ല. മുംബൈ ദേവാലയത്തിന്റെ ഈ വലിയൊരു ജൂബിലിയുടെ ആഘോഷത്തിൽ പങ്കാളികളാകുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മൾ ഇവിടം കൊണ്ട് കഴിഞ്ഞു പോവുകയെന്നുള്ളതല്ല, മറിച്ച് ഇന്ന് ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമായിട്ടുള്ള എല്ലാ നമ്മുടെ ജ്ഞാനായ ദേവാലയങ്ങളും അവിടെ ശുശ്രൂഷിക്കുന്ന വൈദികരും അതിന്റെ നേതൃത്വം കൊടുക്കുന്നതായ അഭിനയ മെത്രാപ്പൊലീത്താമാരെയും അതിൽ സംബന്ധികളായിരിക്കുന്നതായ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഒന്നിച്ച് ഒരുമയോടുകൂടി ഈ ലോകം ഉള്ളിടത്തോളം കാലം ഇതിനൊരു
കോട്ടവും തട്ടാതെ കൊണ്ടുപോകുവാൻ അക്ഷീണം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് മാത്രമുള്ള ഒരു അഭ്യർത്ഥന, അപേക്ഷ മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ നിർവഹിക്കുവാനുള്ളത്. ഇവിടെ ഇപ്പോൾ ആദ്യകാലം തൊട്ട് പ്രവർത്തിച്ചതായ വൈദികർ, ട്രസ്റ്റി സെക്രട്ടറിമാർ, ഇതിലെ അംഗങ്ങളായി ഉണ്ടായിരുന്നവർ, ഇപ്പോഴുള്ളവർ, വാങ്ങിപ്പോയവർ എല്ലാവരെയും സ്മരിക്കുകയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി വാങ്ങിപ്പോയിരിക്കുന്ന നിർമ്മങ്ങളുടെ പരദീസികൾ ദൈവത്തോടുകൂടി ആയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുവാൻ, ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ അവരോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥനയിൽ, കുർബാനയിൽ മറ്റുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ സമൂഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതിനുള്ളതായ മനസ്സ്, ഒരു ഹൃദയം നമ്മൾ രൂപപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി വർഷം ആഘോഷിക്കുന്ന മുംബൈ ദേവാലയത്തിലുള്ള എല്ലാ ആളുകളോടും, പ്രത്യേകിച്ച് ഇപ്പോൾ 10 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് സെക്രട്ടറി, അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മാനേജിംഗ് കമ്മിറ്റികൾ, ഇതിലെ ഭക്ത സംഘടനകൾ, എടുത്തു പറയുന്നതാണ് വനിതാ സമാജം, യൂത്ത് അസോസിയേഷൻ, അങ്ങനെ വിവിധങ്ങളായ സൺഡേ സ്കൂളൊക്കെ ഇതിന്റെ പരമപ്രധാനമായ ഇതിന്റെ ഘടകങ്ങളാണ്. ഇവർക്കെല്ലാം ഉള്ളതായ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Shaji Jacob Puttamburikal took over as the vicar of this parish. By the grace of the Almighty God, the foundation stone of our church was blessed and laid by late lamented His Eminence Abraham Morclinis, the Chief Metropolitan of the East. And on 1st December 2002, the church was consecrated by late lamented His Gracious Benjamin Joseph Morostatios Metropolitan, under the able leadership of Reverend Father Shaji Puttamburikal, whose immense support and dedication has converted a dream into reality. Currently, Reverend Father Shaji Jacob is a vicar of St. Ignatius Church, Kurshi. I would like to share one of my incident with Father Shaji. So, when I was really small, I used to jump 2-3 stairs. So, wherever I go, Father Shaji would be like, എത്ര സ്റ്റേഴ്സ് നീ ചാടുക, കൊച്ചിലെ നിന്നെ കണ്ടതാ, 2-3 സ്റ്റെപ്പ് whenever, even if I am 23 years old now, he'll ask me, നീ അതല്ലേ, നീ എപ്പോഴും 2-3 സ്റ്റേഴ്സ് ജമ്പ് ചെയ്ത് നടക്കണ ചെറുക്കണല്ലേ. So that was one of my experience with Father Shaji. So I would like to call upon Father Shaji Jacob to speak a few words. അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട അഭിഷേക് ഇടവകയുടെ വളരെ നന്നായി ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതായ ബഹുമാനപ്പെട്ട വയലാച്ചൻ, പ്രിയപ്പെട്ട റോജി, അങ്ങനെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരും വളരെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ വാസ്തവത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കുകയും ഒരു തരത്തിൽ ചെറിയ നൊമ്പരങ്ങളൊക്കെ വന്നുപോലൊരു തോന്നൽ. വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 4 വർഷം 8ാം മാസത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് തിരികെ ഈ ശുശ്രൂഷ പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് പോകുന്നത്. സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ് ഞാനിപ്പോൾ ഈ നാളുകളിൽ ഞങ്ങൾക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്. സമൃദ്ധിയുടെ ഒരു മുംബൈ ക്നാനായ ചർച്ചിനെയാണ്. എന്നാൽ പരിമിതികളുടെ ഒരു ഇടവകയെ കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഇതിൻ്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഇരുത്തുപാട്ടച്ഛനും ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. വളരെയേറെ ബുദ്ധിമുട്ടുകളോടെയാണ് ഈ ഇടവക കടന്നുപോയത് ആ നാളുകളിൽ. പ്രത്യേകിച്ച് ഈ റോഡിന് അപ്പുറത്ത് ഒരു മലയാളി കടയുണ്ട്, നിങ്ങൾക്കാർക്കും പരിചയമുണ്ടാവില്ല. ഞാനാണ് ഈ ഇടവകയുടെ ഈ പണികൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ പണത്തിൻ്റെ ദൗർബല്യം ഏറെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇത് മുന്നിൽ പറയുമ്പോൾ നാണക്കേടായിട്ട് എല്ലാവരും തോന്നരുത്, പക്ഷെ എനിക്കത് അഭിമാനമായിട്ട് ആണ് തോന്നുന്നത്. പൊറോട്ടയും മീൻ കറി, ഫിഷ് കറിയുടെയും അതുപോലെ തന്നെ മറ്റ് കറികളുടെ ഗ്രേവി വാങ്ങിച്ച് കഴിച്ചാണ് വാസ്തവത്തിൽ ഈ ഇടവകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് നടത്തിയത്. 3-4 വാഹനങ്ങൾ മാത്രം കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അനേകം വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ദേവാലയത്തിൽ വരുന്ന ആളുകൾ വാഹനങ്ങൾ വരുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സമൃദ്ധിയുടെ ഈ കാലങ്ങൾക്കപ്പുറത്ത് പരിമിതികളുടെ ഒരു കാലമുണ്ടായിരുന്നു. അതിന് സർവേശ്വരനായ ദൈവം 25 വർഷം നമ്മളെ നടത്തി എല്ലാവിധത്തിലും അനുഗ്രഹങ്ങൾ തന്ന ഒരു സ്വീകരിച്ച ഇടവക നിലയിൽ
നിശ്ചയമായും നിങ്ങളുടെ ഈ ജൂബിലി ആഘോഷത്തിൽ ഞാനും സന്തോഷിക്കുന്നു. ഇവിടെ നിന്ന് ചിന്തിച്ചപ്പോൾ ഇനി ഒരു 25 വർഷം കഴിഞ്ഞ് ഇവിടെ വരാൻ കഴിയുമോ എന്നൊരു ആശങ്ക എന്നിലുണ്ടാകുകയായിരുന്നു. അതായത് അന്ന് എനിക്ക് 73 വയസ്സായിരിക്കും. ആ സമയത്ത് ആരും നമ്മളെ ഓർക്കാൻ വഴിയില്ല. എങ്കിലും ഇതൊരു അവസാന ജൂബിലി എന്ന് മാത്രം ഞാൻ കരുതട്ടെ. അന്നുണ്ടാവില്ല. അത്രയൊന്നും ഓടി ദൂരെ യാത്ര ചെയ്ത് വരുമെന്നും തോന്നുന്നില്ല. എന്നാൽ ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം കേട്ടോ. ഒത്തിരി നന്ദി പറയണം. കാരണം ദൈവം നടത്തിയ ഇടവകയെ നടത്തിയ വിധങ്ങൾ, പ്രാർത്ഥനയുടെ അതിശക്തമായ ബലമാണ് ഈ ഇടവകയെ ഇത്രമാത്രം വളർത്തിയത്. ഏറെ അനുഗ്രഹങ്ങൾ ലഭിച്ച ഇടവകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ള എല്ലാ വൈദികരും എല്ലാവരും ഉന്നതമായ നിലവാരങ്ങളിൽ ശുശ്രൂഷകളിൽ ഉയർത്തപ്പെട്ടതിൻ്റെ കാരണം അത് ഈ ഇടവകയിലുള്ള ശുശ്രൂഷയും മാത്രമായിരുന്നു. അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇടവകയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിൻ്റെ പിന്നിൽ നാളുകളേറെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ തുടക്കം മുതൽ ഈ നാളുകൾ വരെ 25 വർഷം വരെയും ഇത് പൂർത്തീകരിക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും ഇടവകയുടെ അംഗങ്ങളെയും നന്ദി പുരസ്സരം ഓർക്കുന്നു. ഇടവകയിലെ അംഗങ്ങൾ മാത്രമല്ല, ഇടവകയ്ക്ക് പുറത്തുനിന്ന ആളുകൾ പോലും നമ്മുടെ ഈ മുംബൈ ക്നാനായ ഇടവകയിൽ കടന്നു വന്ന് ശുശ്രൂഷകളിൽ ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും ഏറെ സന്തോഷം തരുന്നു. നമ്മുടെ ഈ പള്ളിയുടെ താഴെ നിൽക്കുന്ന നമ്മുടെ ചെറിയ കുരിശൻതൊട്ടി, അതും നമ്മുടെ ബഹുബലി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനായിരിക്കുന്ന ബഹുബലിയെ കണ്ട് ആസാബിനെ അദ്ദേഹത്തെ കണ്ട് നമ്മൾ അനുവാദം വാങ്ങിച്ച് മദർ ഓഫ് മേരി, സെൻറ്റ് മേരിയുടെ നാമത്തിൽ അങ്ങനെയും നമുക്കൊരു കുരിശൻ തൊട്ടി ഇതിൻ്റെ താഴെ സ്ഥാപിക്കുവാനായിട്ടൊക്കെ സാധിച്ചു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അനേകം ആളുകളുണ്ട്. എല്ലാവരും നന്നായി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. അവരുടെ അധ്വാനങ്ങളും അവരുടെ സാമ്പത്തികമായും കായികമായിട്ടുള്ള അധ്വാനങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളുമൊക്കെ സമർപ്പിച്ചതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സമൃദ്ധിയുടെ അനുഭവത്തിൽ സന്തോഷത്തോടെ നാം കാണുന്ന ജൂബിലി ആഘോഷിക്കുന്ന മുംബൈ സെൻറ്റ് മേരീസ് ക്നാനായ ചർച്ച്. നിശ്ചയമായും നിങ്ങൾ ഈ ഇടവകയുടെ സന്തോഷത്തിൽ പഴയ വികാരി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് 4 വർഷം 8 മാസം പിന്നിട്ട് ഇവിടെ കടന്നു പോകുമ്പോൾ നിശ്ചയമായിട്ടും ഏറെ ചാരിതാർത്ഥ്യത്തോടെ എനിക്ക് മടങ്ങുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യേണ്ട ഈ ഇടവക അംഗങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഇനിയും ജൂബിലി ആഘോഷിക്കുവാൻ സർവേശ്വരനായ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. നിങ്ങളുടെ ഈ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഇടവകയെ നയിപ്പാൻ തക്കോണം, ട്രസ്റ്റി സെക്രട്ടറിമാരായി ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം, ഇതിനെ ചെറുതും വലുതുമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് എനിക്ക് ഇന്നലെ ഒരു വാക്കോടെ എൻ്റെ മോളെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ ഇന്നലെ കിട്ടിയ ഇടിയുടെ ബാക്കി ഇന്ന് ഹോട്ടലിൽ ചെല്ലുമ്പോൾ കിട്ടും. എല്ലാ അച്ഛന്മാരും അവരുടെ മക്കളെക്കുറിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞില്ല. അതുകൊണ്ട് ക്രിസിഡ ഷാജി എന്നാണ് അവളുടെ പേര്. ഇല്ലെങ്കിൽ ഹോട്ടലിൽ ചെന്ന് വീട് കിട്ടും. അതുകൊണ്ട് അവളെ ഓർക്കുന്നു. അവളുടെ അപ്പ ഉണ്ടാക്കിയ ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കുടുംബമായിട്ട് എൻ്റെ മോനെ അലഹബാദിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനിവിടെ ഓടി വന്ന് ഞാനും മോനും ഇവിടെയൊക്കെ ഇടവക്കാരായ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇവിടുന്ന് ഈ ഇഷ്ടിക ബ്രിക്സ് ചുമ്മിക്കൊണ്ട് പോയി, ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴും തോളിലെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾക്കേറെ ചാരിതാർത്ഥ്യ കുടുംബമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വരുവാൻ സാധിച്ചു. ദൈവം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. We extend our sincere gratitude to our souvenir committee as well as all the people who have contributed towards its success. I would call upon our Archbishop Kyriakos Morseverios, Chief Metropolitan of Knanaya Archdiocese, to inaugurate our Knanaya souvenir.
ഈ സുവിനിയറിന്റെ ബാക്ക് പേജ് നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത് കുവൈറ്റ് ചർച്ചിലെ എക്സ് മുംബൈ മെമ്പേഴ്സ് ആണ്. അവരോട് നന്ദിയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. His positive attitude and youthful jest helped him to win the hearts of the young as well as the old. A special mention here about his efforts to energize the church choir, which has grown leaps and bounds over the years. Father Gino Mele is currently the vicar of St. Mary's Nanaya Church, Henol, Bangalore. I will call upon Father Gino Mele to please come forward and speak a few words. നിങ്ങളുടെയൊക്കെ മുഖഭാവം കണ്ടാൽ അറിയാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനായ അധിപതിരാസനത്തിൻ്റെ നാഡീസ്പന്ദനം അറിയുന്ന തേരും തേരാളിയുമായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവറിയോസ് വലിയമെത്രാപ്പോലീത്ത, ഈ ദേവാലയത്തെ നയിച്ച മുൻ വികാരിമാരായ സഹോദര വൈദിക ശ്രേഷ്ഠർ, ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫിലിപ്പ് ജോസ് വയലാച്ച്, പ്രഥമ ട്രസ്റ്റി സെക്രട്ടറി, ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ട്രസ്റ്റി സെക്രട്ടറി, ഇവിടെയും ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹമാണ് എന്നെ 5 വർഷക്കാലത്തോളം ഈ ദേവാലയത്തിൽ പിടിച്ചു നിർത്തിയത്. എൻ്റെ അവസാനത്തെ യാത്രയെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ദേവാലയത്തിൽ നിന്ന് കിട്ടുന്നതായ സ്നേഹവും കരുതലുമാണ്. എല്ലാവരെയും ഒരേപോലെ കാണുവാനുള്ളതായ ഒരു വലിയ മനസ്സ് ഈ ദേവാലയത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കുമുണ്ട്. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ ഉള്ളതായ അംഗങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, മുൻ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ. കാരണം എനിക്ക് നിങ്ങൾക്കും ലഭിച്ചതായ സ്നേഹവും കരുതലുമാണ് എന്നെയും നിങ്ങളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ജൂബിലിയുടെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. ഈ ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ 5 പേരെ വിശുദ്ധ മദ്ബായിൽ കയറ്റിയത്, അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. സോ മൂവിങ് ahead, in the year 2015, Reverend Father Manu Skaria Koitara took over the mantle as parish priest of Mumbai from Reverend Father Thomas Jacob Anilamote. Father Manu, through his creative abilities and skills, was able to connect with the Knanaya youth. His frankness and openness helped inspire the youngsters to follow the true Christian path. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും മുന്നിനായ സുദായ വലിയ മെത്രാപ്പോലീത്ത കുര്യാക്കോസ് മോർ സേവറിയോസ് വലിയ മെത്രാപ്പോലീത്ത, വേദിയിൽ ഭൂഷണരായിരിക്കുന്നതായ പൂച്ചിലായ വൈദിക ശ്രേഷ്ഠർ, ഈ ദേവാലയത്തിന് നാഴികക്കല്ലിന് തുടക്കമിട്ടതായ ബഹുമാനപ്പെട്ട തമ്പിച്ചായൻ, ദേവാലയത്തിലെ ട്രസ്റ്റി സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ ജനസമൂഹമേ, ഞാൻ അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് മുമ്പ് വന്നിട്ടുള്ളതായ വൈദിക ശ്രേഷ്ഠത നിർവഹിച്ചു കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാക്കും. ഈ ദൈവത്തിൻ്റെ വചനം ആണ് നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്. കാരണം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്നതായ ഒരു വസ്തുതയുണ്ട്. മൺമറഞ്ഞു പോയിട്ടുള്ളതായ നമ്മുടെ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ഒരു വലിയ അനുഗ്രഹം, അവരുടെ പ്രാർത്ഥന ഇന്നും നമ്മളെ ചുറ്റിപ്പറ്റി തിരിയുന്നുണ്ട്. ഞാൻ വിദേശത്തായിരുന്ന സമയത്തൊക്കെ പലരോടും ഞാൻ പറയാറുണ്ട്. കാരണം നമ്മുടെ മാതാപിതാക്കന്മാർ ചേറ്റിലും ചെളിയിലും കിടന്ന് അധ്വാനിച്ച് അവർ വരമ്പത്ത് തട്ടി തെന്നി വീണതായ സമയത്ത് അവർ ഒറ്റ നിലവിളിയുണ്ട്: എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾക്ക് ഈ ഗതി വരുത്തരുത്. അതിൻ്റെ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയതുകൊണ്ടാണ് ഈ ബോംബെ ദേശത്ത് നമ്മളിന്ന് ഓരോരുത്തരും നല്ല നിലയിലായിരിക്കുന്നു. നമ്മൾ എന്നാലും ദൈവത്തെ മറന്നിട്ടില്ല. അത്രമാത്രം നമ്മളെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഒരു വലിയ തെളിവാണ് ഇന്ന് ഈ ദേവാലയം ഇവിടെ നിലനിൽക്കുന്നതും
പ്രത്യേകിച്ച് ഇവിടെയുള്ളതായ നല്ല സത്കാര്യങ്ങൾ ഇവിടെ ഇപ്പോഴും നിർവഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം 2 ഭവനങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ മറ്റുള്ളതായ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ദേവാലയത്തിന്റെ പ്രധാന ശുശ്രൂഷകളുടെ ഭാഗമായി ജിനുവച്ചൻ പറഞ്ഞതുപോലെ എനിക്ക് ലഭിച്ചിട്ടുള്ളതായ നന്മകളെല്ലാം ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോഴും എനിക്കുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ചിരിച്ച മുഖം, സന്തോഷപരമായ നിങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ, ഇവയൊക്കെ വളരെ ഇപ്പോഴും മനസ്സിൽ കുളിർമയായിട്ട് നിലനിൽക്കുന്നതായ നല്ല ഓർമ്മകളാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഈ ചുരുങ്ങിയതായ വാക്കുകൾ നിങ്ങൾക്ക് നൽകാനിരിക്കുന്നതായ, നിങ്ങൾ ചെയ്തിട്ടുള്ളതായ നല്ല കർമ്മങ്ങൾക്കുള്ളതായ ഒരു നല്ല ലക്ഷണമാകുന്ന, അടയാളമാകുന്നത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഞാൻ അധികം പറഞ്ഞ് വാക്കുകൾ ദീർഘിപ്പിക്കാതെ ചുരുങ്ങിയ വാക്കുകൾ എല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ടുള്ളതായ സ്നേഹങ്ങൾക്ക് അവ നൽകിയിരിക്കുന്നത്, ഉൾക്കൊള്ളിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ആ മനസ്സ്, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം അച്ഛൻ ഒന്ന് നിർത്തിയാൽ മതി എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കൂടി കടന്നു പോകുന്നതായ വികാരം. ഒരു മനസ്സ്, നിങ്ങളുടെ മനസ്സ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അച്ഛനാണല്ലോ ഒരു നല്ല ഇടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും വലിയേറിയതായ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും അതോടൊപ്പം തന്നെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അഭിനന്ദ പിതാവിനെയും എല്ലാവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യവും, പ്രത്യേകിച്ച് ദേവാലയത്തിൽ ഇത്രത്തോളം നന്മകൾ പ്രവർത്തിക്കുന്നതായ നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവിന്റെ വലിയ നാമത്തിൽ അനുഗ്രഹമോ എല്ലാ ആശംസകളും ഈ സമയത്ത് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. Thank you, Acha. Mr. Jacob Kuriakil started his career in the early 1970s in Mumbai. The first formal meeting for the formation of Knanai Association in Mumbai was held at late Chevalier Philip Kurula's house. Mr. Jacob was one of the members present in this meeting. He served as the first trustee at St. Mary's Knanai Church, Bhandup for 3 years, after which he returned back to Kerala. Unfortunately, Mr. Jacob isn't with us today. We appreciate all his efforts for the church. Mr. M.C. Jacob, belonging to Murkyolipura family, Rani, started his career in 1980s in Mumbai. He was അഭിമന്യനായ വലിയ തിരുമേനി, ബഹുമാന്യനായ ഇടവകയുടെ വികാരി ഫിലിപ്പച്ചൻ, കാലാകാലങ്ങളിലുള്ള 25 വർഷക്കാലം തുടക്കം മുതൽ പല സാഹചര്യങ്ങളിൽ അല്ല ഓരോ കാലഘട്ടത്തിൽ ഇടവകയ്ക്ക് വേണ്ടി ഇടവക എത്രയും മുന്നിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിച്ച ഇടവകയുടെ കാലാകാലങ്ങളിലെ നിർവാഹ സമയങ്ങൾ ഇടവകയിലെ എല്ലാ മെമ്പേഴ്സും, എനിക്ക് ഈ 25 വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിങ്ങളെല്ലാം കാണുവാനായിട്ട് കിട്ടിയ അവസരത്തെ ഓർത്ത് ഉന്നമ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഞാൻ ഈ ഇടവകയിൽ തുടങ്ങുന്ന സമയത്ത് എനിക്കിന്നത്തെ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ള ഒരു ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടവക തുടങ്ങുന്ന സമയത്ത് സെൻറ്റ് സേവിയേഴ്സിൻ്റെ ചാപ്പലിൽ നമ്മൾ കുർബാന നടത്തി വൈകിട്ട് ഉച്ചയോടുകൂടി എല്ലാവരും പിരിഞ്ഞു പോകും. പിറ്റേ ദിവസം രാവിലെ എനിക്ക് അവിടെ നിന്ന് ഫോൺ വരും. അവിടുത്തെ റെക്ടർ ഫോൺ ചെയ്യും, നിങ്ങൾ പള്ളിയിൽ വരുന്നത് ആരാധിക്കാനാണോ അതോ ഭക്ഷണം കഴിക്കാനാണോ? അപ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അപ്പോൾ അവിടെ വന്ന് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് ഈ വളരെ മോശമായ രീതിയിലായിരിക്കും ആ ചാപ്പൽ കിടക്കുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുകയായിരിക്കും. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഒരു ചെറിയൊരു വെക്കേഷൻ പോലെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് സെൻറ്റ് സേവിയേഴ്സ് ചാപ്പൽ പല ദിവസങ്ങളിൽ തൂത്ത് കൊടുത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ അതേ തൂത്ത് തുടച്ച് അവിടുത്തെ അവശിഷ്ടങ്ങൾ വാങ്ങി നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കും. എന്നെയും ഞാൻ അത്രയും വർഷം ഇവിടെ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ യോജിപ്പിൽ, നിങ്ങളുടെ സപ്പോർട്ടിൽ ഈ ഇടവക ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അതിനെല്ലാ വികാരിയച്ചന്മാരും അതിനെല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് തന്നു. ഇടവക ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്കിന്നൊരു മഹമായ ദേവാലയം ഉണ്ടാക്കാനായിട്ട് തന്നെ ഇവിടെ നമ്മുടെ ഈ ജനങ്ങളെ
അല്പമായിട്ടും അധികമായിട്ടും എല്ലാവരും സഹകരിച്ചാണ് നമ്മുടെ ഈ ദേവാലയം ഉണ്ടായത്. ആ ദേവാലയത്തിന് 25 വർഷം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഞാൻ ഏതാണ്ട് 13 വർഷമായി ഇവിടെ നിന്ന് മാറിപ്പോയിട്ട് ഇന്ന് ഇവിടെ എൻ്റെ കുടുംബമായിട്ട് വരാനും ഒപ്പം എൻ്റെ മകളുടെ ഒരു കുട്ടിയുമായിട്ട് വരാനുമുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായി. ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടത്തോടും ആത്മാർത്ഥത്തോടും പ്രവർത്തിക്കണമെന്നും എല്ലാ ജൂബിലിയുടേതായിട്ടുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി മറ്റൊരു പ്രോഗ്രാമിലേക്ക് കൂടി കടക്കുകയാണ്. ആർക്കും വിശക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നു, കാരണം ലേറ്റ് ആയിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു മെയിൻ പ്രോഗ്രാമും കൂടെ ഉണ്ട്, ഇനി കൾച്ചറൽ പ്രോഗ്രാം. അതിനു മുമ്പായിട്ട് ഒരു ഓപ്ഷൻ ഇപ്പോൾ നടത്താനായിട്ട് പോവുകയാണ്. അരപ്പവന്റെ ഒരു കോയിൻ 5.26 ഗ്രാമിന്റെ ഒരു ഗോൾഡ് കോയിൻ. അത് ഇന്ന് വിശുദ്ധ കുർബാനയിൽ ത്രോണോസിൽ വെച്ച് അഭിമന്യ തിരുമേനി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ ഏൽപ്പിച്ചതായ കോയിനാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിമൽ എന്ന് പറയുന്നത് ഗുജറാത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ്. വിമല് നമ്മുടെ വാശിയിൽ താമസിക്കുന്ന പുതുവീട്ടിൽ TK എബ്രഹാമിന്റെ സണ്ണിൻ ലോയാണ്. വിമലാണ് നമുക്ക് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ജമ്പിങ് ഓപ്ഷൻ ആയിട്ടാണ് വെക്കുന്നത്. ഇവിടെ ഒരു സമയം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. ആ സമയമാകുമ്പോൾ അലാറം അടിക്കും. ഈ കോയിനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സൈഡില് പരിശുദ്ധ ദൈവമാതാവിന്റെ ചിത്രവും മറു സൈഡില് ഇഗ്നാത്യോസ് നൂറോനോടെ ചിത്രവുമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിനോട് സഹകരിക്കണം. ഇപ്പോൾ പതിവ് പോലെ തന്നെ ലേലം വിളിക്കാൻ നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട ഷിബിച്ചായനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗോൾഡാണ്, വരച്ച് നോക്കേണ്ടവർക്ക് വരച്ച് നോക്കാം. 30,000 റുപ്പീസ് ഇതിന് വിലയുണ്ട്. അപ്പോൾ അതിന് താഴോട്ട് പോകാതെ നോക്കേണ്ട കടമ നിങ്ങളുടെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ശ്രമിക്കാം. എനിക്ക് കിട്ടിയിരിക്കുന്നത് 5.26 ഗ്രാമുള്ള ഒരു സ്വർണ്ണ കോയിനാണ്. ഇതിൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജമ്പിങ് ഓപ്ഷനായിട്ടാണ് ഇത് നടത്തുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ പരിശുദ്ധ കന്യാമറിയ അമ്മയുടെ ചിത്രവും മറു സൈഡിൽ ഇഗ്നാത്യോസ് നൂറോനോയുടെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ വിളിക്കുന്നത് പോലെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വിളിക്കുന്നത്. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് വിളിച്ചാൽ ചിലപ്പോൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഒരാൾക്ക് തരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ജമ്പിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് 5000 രൂപയിലാണ് തുടങ്ങുന്നത്. 5000 റുപ്പീസ് ഞാൻ ഇതിന് വിലയിടുകയാണ്. ആരും വിളിക്കുന്നില്ലെങ്കിൽ 5000 റുപ്പീസിൽ ഞാൻ ഈ സ്വർണ്ണ കോയിൻ കൊണ്ടുപോകും. എന്നാൽ ആരെങ്കിലും അതിന് മുകളിലോട്ട് 1000 രൂപയുടെ ഗ്യാപ്പിൽ വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 5000 രൂപ ഞാൻ വിളിച്ചു കഴിഞ്ഞ് 6000 രൂപ എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തി 1000 രൂപ ഇതിനു വേണ്ടിയിട്ട് കൊടുക്കും. 5000 രൂപ ഞാൻ തരും. യെസ്, ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാനിത് 5000 രൂപയ്ക്ക് വിളിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. 1000 രൂപ 6000 രൂപ എന്ന ഒരാൾ പറഞ്ഞാൽ ആ ആള് 1000 രൂപ തന്നാൽ മതി. ആ 1000 രൂപ ഇപ്പോൾ തരാനില്ലെങ്കിൽ പിന്നീട് കൊടുത്താൽ മതി. ഇവിടെ പേരെഴുതാനായിട്ട് ആള് റെഡിയാണ്. അപ്പൊ എത്ര പ്രാവശ്യം വിളിച്ചാലും അത് ഇപ്പൊ ഒരാൾ തന്നെ 4 പ്രാവശ്യം വിളിച്ചാൽ 1000ന്റെ 4 പ്രാവശ്യം വിളിച്ചാൽ അദ്ദേഹം 4000 രൂപ കൊടുക്കണം. ഏറ്റവും അവസാനം സെറ്റ് ചെയ്തിരിക്കുന്ന സമയം അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ. ആ സെറ്റ് അത് പറയാൻ പറ്റത്തില്ല. സമയമില്ല. സമയം ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം ഒരു സമയം ഡിക്ലെയർ അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ. അച്ഛന്റെ മൊബൈലിൽ ആ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ ആ മൊബൈലിൽ ആ അലാറം അടിക്കുന്നോ അപ്പോൾ അവസാനം വിളിച്ച ആൾക്ക് ആ തുകയ്ക്ക് ഈ കോയിൻ കൊടുക്കുന്നതായി. ഞാൻ രൂപയുടെ 7000 രൂപ 7000 റുപ്പീസ് എന്ന് പറയുമ്പോൾ മോൻചായൻ 1000 രൂപ തരും, റേ 1000 രൂപ തരും.
ആയി. ബിജു 1000 രൂപ. 8000 രൂപ. 9000 രൂപ സുരേഷ്. 10 റേ. 10 റേ തോമസ്. 10000 രൂപ. 10,000. 11 MC ജേക്കബ്. തമ്പിസാറ് 11000 രൂപ. 11,000 rupees. 11000 രൂപ. 12 മുംബൈ വാല EP ബിജു 12. EP ബിജു 12000 രൂപ. 13 സാബു 13. സാബു വിയോ പനവേൽ 13. സാബു വിയോ പനവേൽ 13. 13000 രൂപ. 14 റേ തോമസ് 14000 രൂപ. റേ തോമസ് 14000 രൂപ. ബിനു 15. ബിനു ജേക്കബ് 15. ബിനു ജേക്കബ് 15000 രൂപ. 16 ജോമി ജേക്കബ് 16000 രൂപ. ജോമി ജേക്കബ് 16000 രൂപ. ജോമി ജേക്കബ് 16000 രൂപ. 17 റേ തന്നെയാണോ? റേ 17. 17,000. 17,000 രൂപ റേ തോമസ്. 17,000 രൂപ റേ തോമസ്. 18 ലിബു 18000 രൂപ. ലിബു 19,000 rupees. 19,000 രൂപ. 20,000 രൂപ. ചാക്കോ കുര്യൻ 20,000 രൂപ. ചാക്കോ കുര്യൻ 20,000 രൂപ. 21 റേ തോമസ് 21,000 രൂപ. 21,000 രൂപ. റേ തോമസ് 21,000 രൂപ. ഗോൾഡ് കോയിൻ 5.26 ഗ്രാം ഉള്ള 25,000 രൂപ. സജി കലീന സജു കലീന 25,000 രൂപ. ഡിഫറൻസ് എഴുതിയിടണേ. 25,000 രൂപ. 25,000 rupees. 25,000 രൂപ. 25,000 രൂപ. 26 ജിബി ഫിലിപ്പ് 26,000 രൂപ. ജിബി ഫിലിപ്പ് 26,000 രൂപ. 26 സജി കുവൈറ്റിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആദ്യകാല പ്രവർത്തകനായിരുന്ന സജി. അദ്ദേഹം കർത്താവ് എന്ന് പറയുന്ന പോലെ സൈത്താൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാറ്. സജി 26,000 രൂപ. 27,000 രൂപ. 27,000 രൂപ. 28 റേ തോമസ് 28. റേ തോമസ് 28. ഒരു സൈഡിൽ കന്യാമറിയാമിന്റെ പടം ആലേഖനം ചെയ്തിരിക്കുന്നു. 28. സ്ത്രീകളൊന്നും പറയുന്നില്ല, സ്ത്രീകൾക്ക് കോയിൻ ആയോണ്ടാന്നോ? 28. 40,000 രൂപ. 40,000 രൂപ സജു കലീന. ഡിഫറൻസ് 12,000 രൂപയുടെ ഉണ്ട്. 12,000 rupees ഡിഫറൻസ്. 40,000 rupees. 40,000 രൂപ. 40,000 രൂപ. 40,000 രൂപ. 41,000 രൂപ. 41,000 രൂപ. ബിനു സാക്കിനാക്ക 41,000 രൂപ. 41,000 രൂപ. 42 ബിനു കുറ്റിയിൽ ദോഹ 42,000 രൂപ. 42,000. 44 ആനി ജേക്കബ് താനെ 44. 44,000 രൂപ. 44,000 രൂപ. 44,000. 44,000 രൂപ. 45 കെ മാത്യു കലീന 45. കെ മാത്യു കലീന 45. കെ മാത്യു. സ്റ്റെറിൻ റോജി 46. സ്റ്റെറിൻ റോജി 46,000 രൂപ. 50,000 രൂപ സജു കലീന 50,000 രൂപ. 50,000 rupees. 50,000 രൂപ. 51 52 51 or 52 52 51,000 rupees. സ്റ്റെറിൻ റോജി 51,000 രൂപ. 51,000. 51,000. 51,000 രൂപ. 52,000 രൂപ. 52. 53 നവീൻ ജേക്കബ് 53. 52 ബൈജു ആണ്. ബൈജു ചെമ്പൂർ 52. 53. 54 മനോജ് മാത്യു കലീന 53,000 രൂപ. 53. 55 ലീബ നവീൻ 55. 55,000 രൂപ. 55,000 രൂപ. സാറാമയാന്തി 56,000 രൂപ. സാറാമയാന്തി
സാറാമ്മ ആന്റി വാണ്ടൂർ 56,000 രൂപ. 57,000 രൂപ. അക്കു ജേക്കബ് കല്യാൺ 57,000 രൂപ. അങ്ങനോട് വരട്ടെ 57, 58 സ്റ്റെറിംഗ് 59 ഷീല സെൻ 59 60 സ്റ്റെറിംഗ് റോജി 60 നവീൻ സജി 61 61,000 രൂപ. 62,000 ജീൻസ് ജേക്കബ് അവളുടെ പേര് ഇപ്പോഴും ജീൻസ് ജേക്കബ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അവളുടെ ഹസ്ബൻഡിന്റെ പേര് എനിക്ക് അറിയില്ല. ജീൻസ് റോബിൻ 62,000 rupees. 62,000 രൂപ. ജീൻസ് ആണ് ഇപ്പൊ അവസാനം പിടിച്ചിരിക്കുന്നത്. അനീഷ് കൈപൊക്കിയിരിക്കുകയാണ് 63,000. അനീഷ് പൊന്നൂസ് 63,000 രൂപ. 64,000 രൂപ. പേര് പറയൂ, ഞാൻ മറന്നുപോയി. 66,000 രൂപ. 67 സ്റ്റേസി റോജി 67 സ്റ്റേസി റോജി. 68 ആനി ജേക്കബ് ധാനെ 68,000 രൂപ. 68,000 rupees. 68,000 രൂപ. ടിജോ കുരുവിള 69,000. സിന്ധു ബൈജു ചെമ്മൂർ 69. 69,000. 70,000 rupees. അങ്ങനെ ആറ്റ് നോട്ടിരുന്ന് സമയം വരുന്ന അനുസരിച്ച് രേണു വിളിച്ചിരിക്കുകയാണ്. 70,000 രൂപ. കൊടുത്താൽ 1,000 രൂപ മാത്രം കൊടുത്താൽ മതിയല്ലോ. 70,000 രൂപ. 70,000 rupees. 71 75 ഒരു മിനിറ്റ് 71 രാജു എബ്രഹാം കുർല 75. മറിയ ജോപ്പു 75 എന്ന് പറഞ്ഞാൽ അവിടെ 4,000 രൂപ നമുക്ക് തരും. 4,000 rupees. 4,000 രൂപ. അതായത് 75,000 രൂപ. 75 1 ലക്ഷം രൂപ. 75 നിന്ന് നേരെ 1 ലക്ഷം രൂപ. സജു ജേക്കബ് കലീന 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 25,000 രൂപ സജുവിന്റെ പേരിൽ എഴുതുക. 25,000 rupees. അതായത് 1,01,000 രൂപയ്ക്ക് വന്നിരിക്കുകയാണ്. ചാർലി 71 1,01,000 രൂപ. 1,01,000 3 പേരെ കൈവൊക്കെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കണം. 1,02,000 രൂപ. ടിജോ 1,02,000 രൂപ. 1,03,000 രൂപ. അവന്റെ അപ്പനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പനാണ് പറയുന്നത്. കത്തി താഴെ 1,000 രൂപ. ഷെറിൻ 1,05,000 രൂപ. 1,05,000 രൂപ. കുരുവിള ഷെറിൻ കുരുവിള 1,06,000 രൂപ. 1,06,000 രൂപ. റിങ്കു സന്തോഷ് 1,06,000 രൂപ. 1,07,000 രൂപ. മെർലിൻ ജിഷു 1,08,000 രൂപ. ജോണി കല്യാൺ 1,07,000 രൂപ. 1,08,000 രൂപ. 1,08,000 രൂപ. ലീവ 1,08,000 രൂപ. 1,10,000 രൂപ. 1,10,000 രൂപ. സ്റ്റെറിൻ റോജി 1,10,000 രൂപ. അല്പം വെള്ളം കുടിക്കട്ടെ. $1,11,000. 1,11,000 രൂപ. ജീൻസ് റോബിൻ 1,11,000 രൂപ. 1,11,000 രൂപ. 1,12,000 രൂപ. മിത്തു കല്യാൺ 1,12,000 രൂപ. 1,12,000 രൂപ. മിത്തു കല്യാൺ 1,12,000 രൂപ. 1,13,000 രൂപ. കർത്താവ് ഇറങ്ങി വന്ന് വിളിച്ചിരിക്കുകയാണ്. 1,000 രൂപയ്ക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. 1,13,000 രൂപ. 1,13,000 രൂപ. സജിയാണ് 1,14,000 രൂപ. സാബു കല്യാൺ സാബു വിയോ 1,15,000 ജിബി 1,15,000 ജിബി
1,16,000 EP ബിജു, 1,16,000 EP ബിജു, 1,17,000 സാബു ബിയോ, 1,18,000 ജിപ്സൺ, 1,18,000 ജിപ്സൺ, 1,11,000 രൂപ ജിപ്സൺ, 1,19,000 രൂപ സാബു കല്യാൺ. സാബു കല്യാൺ എന്ന് പറയുമ്പോ സാബു ബിയോ, സാബുദാന. ഓക്കെ, സാബുദാന എന്ന് പറയാം. സാബുദാനയല്ല, സാബുദാന. 1,20,000, 1,20,000 രൂപ അച്ഛൻ. കുട്ടത്തിലച്ഛൻ 1,20,000 രൂപ. മൂത്ത മകൻ കല്യാണം കഴിക്കുമ്പോൾ മരുമകളുടെ കഴുതലാണ്. 1,20,000 രൂപ. കുട്ടത്തിലച്ഛൻ 1000 രൂപ. 1,20,000 രൂപ. 1,20,000 രൂപ. 1,20,000, 1,21,000 അക്കു ജേക്കബ് കല്യാൺ. 121, 1,21,000 രൂപ. 1,32,000, 132, 1,30,000 രൂപ. 1,30,000 രൂപ. അങ്ങനെയാണെങ്കിൽ 1,33,000 രൂപ ഞാൻ തന്നെ വിളിക്കുന്നു. 1,33,000 രൂപ. ശിവു എഴുത. 1,33,000 രൂപ. അലാറം എന്തി 1,33,000 രൂപ. എവിടെ അലാറം? 1,34,000 രൂപ. നവീൻ ജേക്കബ്, നവീൻ സജി. 135, 135, 1,35,000 രൂപ. 1,40,000 രൂപ. റോജി കെ പ്രിൻസ്. 1,40,000 രൂപ. 1,41,000 രൂപ. മനോജ്. 1,41,000 രൂപ മനോജ്. 1,42,000 രൂപ സജു കല്യാൺ. സോറി, സജു കലീന. 1,42,000. 2,00,000 രൂപ. 2 lakh. Oh my God, I can't believe it. 2,00,000 രൂപ. അങ്ങനെയാണെങ്കിൽ 2,00,000 രൂപ ഞാനങ്ങോട്ട് കൊടുക്കുന്നു. 2,00,000 രൂപ. സജു കലീന 2,00,000. ആ ഡിഫറൻസ് എഴുതിക്കോണം. അതിന്റെ മേളിൽ ഒരു 1,000 രൂപ അടിയന്റെ പേരിൽ എഴുതിയിട്ടുണ്ട്. 1,000 രൂപ. എന്തിനാ സിന്ധു കൈ നോക്കുന്നത്? ആരോ അടിക്കാനുള്ള സമയമായി. സിന്ധു ബൈജു 2,02,000 രൂപ. 2,02,000 rupees. 2,02,000 രൂപ. 2,02,000 രൂപ. 2,03,000 രൂപ. ജോസഫിന്റെ വത്സമ ജോസഫ് ദഹിസർ. ബിനു 2 എമൗണ്ട് ഓർമ്മ വരുന്നില്ല. 2,05,000 രൂപ. ബിനു അല്ലല്ല, ബിനു കനീല അല്ല, സാക്കിനാക്ക. 2,05,000 രൂപ. 2,05,000 rupees. 2,05,000 രൂപ. 2,05,000 രൂപ. ഏത് സമയത്തും അലാറം അടിക്കാം. ഞാൻ കളനെ പോലെ വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഏത് സമയത്തും അലാറം അടിക്കാം. 2,05,000 രൂപ. 2,06,000 രൂപ. ജോണി കല്യാൺ. ഏത് ഫോൺ? അത് സാരമില്ല, പോട്ടെ. 1,06,000 രൂപ. 1,07,000 രൂപ. 2,08,000 രൂപ. മഞ്ജു 2,000 കൂടി, 2,000 എക്സ്ട്രാ കൂടി. 2,08,000 രൂപ. 2,08,000 രൂപ. 2,08,000 രൂപ. മഞ്ജു ആണ് ഏറ്റവും അവസാനം വിളിച്ചിരിക്കുന്നത്. 2,08,000 രൂപ. 2,09,000 രൂപ. അത് ഞാൻ തന്നെയാ. 2,09,000 രൂപ ഞാൻ തന്നെ. എന്താ ഒന്ന് അടുപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 2,10,000 അനിൽ കൊന്നക്കൽ അച്ഛൻ 2,10,000 രൂപ. 2,10,000 rupees. 2,11,000. 2,10,000. 2,10,000. 2,11,000. 2,00,000. പൂജ ബൈജുവിന്റെ മകൾ പൂജ 2,11,000 രൂപ. ബൈജുവിന്റെ പേരിൽ എഴുതിക്കും, കുഴപ്പമില്ല. മക്കൾക്ക് പ്രശ്നം വന്നാൽ അപ്പം തടുത്തോളും, പ്രശ്നമുള്ള കാര്യമല്ല. ബൈജുവിന്റെ പേരിൽ എഴുതിക്കും. 2,11,000. അച്ഛൻ പോവാണോ? അലാറം കൊണ്ടാണ് പോകുന്നത്. 2,31. 2,31. 2,32. സജി ഫ്രം വസായി. സജി പി കുര്യൻ അല്ലേ? സജി പി കുര്യൻ 2,31. വസായി 2,31. 2,32 സ്റ്റെറിൻ. 2,32 സ്റ്റെറിൻ. 32 അപ്പൊ 33 സ്റ്റെറിൻ. സ്റ്റെറിൻ റോജി 2,33. 2,33,000. അലാറം അടിക്കാനുള്ള സമയമായോ?
ആയിട്ടില്ല 2:33 2:35 അനീഷ് പൻവേൽ അനീഷ് ലിജോ പൻവേൽ 2:35 അപ്പൊ 2000 രൂപ എഴുതണേ 2:35 ലിജോ ഫ്രം പൻവേൽ 2:35 2:40 സജു കലീന